അച്ഛൻ്റെ അമ്മയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാളിൽ അപ്പോൾ ഇവരിവിടെ ഇതൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാര്യം എന്തായാലും നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സഫാരി മാളിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ്. ഇത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് 5 മണി തൊട്ട് 11 മണി വരെയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റാളൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ മെനു ഗൈസ്. ഇതാ നമുക്ക് സാരീസ്, ബ്ലൗസസ്, 3 പീസ് സെറ്റ്സ്, കോട്ട് സെറ്റ്സ്, കോട്ടൺ ടോപ്സ്, ഫ്രോക്ക് നൈറ്റീസ്, ഫീഡിങ് ടോപ്സ്, പ്ലസ് സൈസ് ടോപ്സ്, അങ്ങനെ വെറൈറ്റി സംഭവങ്ങൾ നമ്മളെ അടുത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിസിറ്റ് ചെയ്ത് ഇവരുടെ അടുത്താണ്. ഇവർ സോ മെനി വെറൈറ്റി ഡ്രോയിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. നല്ല ക്യാൻവാസിലൊക്കെ പെയിൻറ്റ് ചെയ്ത് എന്തൊക്കെയോ ചെയ്തിട്ടുള്ളതായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അടുത്തത് നമ്മൾ വിസിറ്റ് ചെയ്തൊരു ഡ്രസ് ഷോപ്പിലാണ്. അവരുടെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഓർണമെൻറ്റ്സ്, സാരീസ്, പിന്നെ മെഹന്തീസ്, ക്യാൻഡീസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ ലുക്കിംഗ് പ്രിറ്റി. പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്തത് വേറൊരു ഡ്രസ് ഷോപ്പിലായിരുന്നു. അവിടെ ഡ്രസ്സും പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ്, ഇവിടെ നമ്മൾ 2 ഇയറിങ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. പിന്നെ നമ്മൾ പോയത് ഒരു റിൻഷൂസ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറിയിലേക്കായിരുന്നു. ആ ജ്വല്ലറിയിൽ നല്ല വെറൈറ്റി തിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈറ്റ് എത്തുന്ന ഹെയർ ബാൻഡ്സ്, ജ്വല്ലറി, റിങ്സ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് വി ഡിഡ്ന്റ് ബൈ എനിത്തിങ്. പിന്നെ നമ്മൾ പോയത് ഷീൻ എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ നല്ല നാച്ചുറൽ പ്രൊഡക്ട്സ് ആയിരുന്നു. അത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരെ ആ ഒരുക്കിയത് തന്നെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരെ ഈ ഒരുക്കിയ സ്റ്റൈൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് ഇവരെ ഷീൻ്റെ തന്നെ പ്രൊഡക്ട്സ് ആട്ടോ. പിന്നെ നമ്മൾ പോയത് ഫാ ഫുഡ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അവിടെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അച്ചാർ, പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, ചോക്കി, പിന്നെ എന്തൊക്കെയോ വെറൈറ്റി ചിക്കൻ്റെയും അങ്ങനെ എന്തൊക്കെയോ ഫുഡുകളുണ്ടായിരുന്നു. പാസ്തയൊക്കെ ഉണ്ടായിരുന്നു, ക്യാൻഡീസ്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇതൊരു ചിക്കൻ്റെ എന്തോ സംഭവമാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. കൊഴുക്കട്ടയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് പാസ്ത. പിന്നെ ആയിട്ട് നമ്മൾ പോയത് ഇവർക്ക് ഫുഡ്സിൻ്റെ അവർക്ക് കോമ്പറ്റീഷനായിരുന്നു. അപ്പം ആ കോമ്പറ്റീഷനുള്ള ആൾക്കാർ ഒരുക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു. ആ കുക്കുംബറൊക്കെ കണ്ടില്ലേ, നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് നല്ല ഭംഗിയില്ല ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ ഒരുക്കിയ സ്റ്റൈല് പ്രത്യേകതരമായ ഒരു സ്റ്റൈലായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇവരത് എടുത്തത്. നല്ല ഭംഗിയാണ് ഇവർ ഒരുക്കിയതൊക്കെ കാണാൻ. കണ്ടില്ലേ, റോസ് അങ്ങനെ എന്തൊക്കെയോ വെച്ച് എന്തൊക്കെയോ ആക്കിയിട്ടാണ് ഇവർ ഒരുക്കിയത്. ഹാഫ് ടേബിൾസ് ആയിരുന്നു കേട്ടോ. ഇപ്പുറം വേറെതും മറ്റേത് വേറെ അവരതാണ്. ഇത് ബിരിയാണീസ്, എന്താ ചിക്കൻ ബിരിയാണീൻ്റെ എന്താണ് കേട്ടോ. കണ്ടില്ല, ബിരിയാണി എന്തൊക്കെയുണ്ട്. പിന്നെ ഒരു ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ചിക്കൻ. പിന്നെ നമ്മൾ പോയത് ഡ്രസ്സിൻ്റെ ഇതൊരു സ്ഥലമായിരുന്നു, വേറെ ഡ്രസ്സിൻ്റെ. അവിടെ ജ്വല്ലറീസ്, ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടില്ല, നല്ല അടിപൊളി ജ്വല്ലറീസ്. പിന്നെ ബോട്ടിൽ ആർട്ട്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വാങ്ങാൻ കിട്ടുന്ന വുഡൊക്കെ ഉണ്ടല്ലോ, മിനി വുഡ്സ്, അതിലിങ്ങനെ ഡ്രോയിങ് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ അവിടെ കുറേ പ്ലാന്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. എനിക്ക് പ്രത്യേകിച്ച് ഈ വുഡിൽ വരച്ചതായിരുന്നു ഇഷ്ടപ്പെട്ടത്. അത് വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ വാങ്ങിയിട്ടില്ല. പിന്നെ ഇവരുടെ അടുത്ത് കണ്ടിങ്ങനെ ജ്വല്ലറീസ്, ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഒരു മെഹന്തി സ്റ്റാളിലേക്കാണ്. അവിടെ കുറേ മെഹന്തീസ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഡ്രസ്സസും. പിന്നെ നമ്മൾ പോയത് ഒരു ബ്രേസ്ലെറ്റ്സ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായ സ്റ്റോളിലേക്കായിരുന്നു. അവിടെ നമുക്ക് തന്നെ സ്വന്തമായി നമ്മൾക്ക് ഇഷ്ടമുള്ള ഹാൻഡ് മെയ്ഡ് ചെയിൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നിന്നാണ് ഞാൻ 2 റിങ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാനും ധനുവും കൂടി. 4 എണ്ണം നമ്മൾ 2 ദിർഹത്തിന് വാങ്ങി. പിന്നെ വേറൊരു വേറൊരു ഫുഡ് സ്റ്റാളിലേക്ക് പോയി. അവിടെ ശർക്കര ജിലേബി, പിന്നെ ഇറച്ചിപ്പത്തിരി, കോഴിയട, ഹോം മെയ്ഡ് സ്നാക്സ്, അങ്ങനെ പലതരം സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ
എന്തായിരുന്നു ട്രൈ ചെയ്തത്, ദിസ് വൺ നമ്മൾ ട്രൈ ചെയ്തത് എന്തോ ചിക്കൻ്റെ എന്തോ സംഭവമായിരുന്നു. അത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇറ്റ് വാസ് ഗുഡ്. പിന്നെ നമ്മൾ പോയത് ജെൽസ് ജ്വല്ലറി എന്ന് പറഞ്ഞൊരു ജ്വല്ലറി ആയിരുന്നു. അവർ ഒരുക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് ഗുഡ്. എനിക്ക് അവിടുത്തെ ബ്രേസ്ലെറ്റ്സ് റിങ്സൊക്കെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു വെറൈറ്റി ഡിസൈൻസിൽ നമ്മൾ കണ്ടിരുന്നു. കുറേ ബ്രേസ്ലെറ്റ്സ്, ഇയറിങ്സ്, നെക്ലസ്, അങ്ങനെ കുറേ വെറൈറ്റി സംഭവങ്ങൾ. പിന്നെ നമ്മൾ പോയത് ഒരു ആസ്തറ്റിക്സ് ടോയ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ആസ്തറ്റിക് സംഭവങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കര ഒരു ഇതല്ലേ. അതുപോലെ നമ്മളവിടെ പോയി ഭയങ്കര രസമുള്ള സാധനങ്ങളായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവരൊരുക്കിയത്. മിനി തിങ്സൊക്കെ കാണാൻ. പിന്നെ നമ്മൾ വീണ്ടും വേറൊരു ജ്വല്ലറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായത് ഇങ്ങനെ ബാംഗിൾസ്, പിന്നെ മീൻസ് ബ്രേസ്ലെറ്റ്സ്, പിന്നെ എന്തൊക്കെയോ നെക്ലസും റിങ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ 3-4 ജ്വല്ലറീസിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഷീ എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു ഇതിൻ്റെ സ്പോൺസർ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റാത്തത് നമ്മൾ സോറി. പിന്നെ നമ്മൾ മുഖത്തൊക്കെ വരച്ചിട്ടുണ്ടാവും. ഫേസ് പെയിൻറ്റിങ് ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ഫേസ് പെയിൻറ്റിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു സ്ട്രോബെറിയും പിന്നെ ഇവിടെ ഒരു ഫ്ലവറായിരുന്നു വരച്ചത്. ഫ്ലവർ പോയി. ഞാനിവിടെ എന്തോ സാധനം വരച്ചു തന്നു. പിന്നെ ഇവിടെ ഹാർട്ടും പിന്നെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 2 മോതിരം കൂടി വാങ്ങി കേട്ടോ. ഈ ഫേസ് പെയിൻറ്റിങ് ഫ്രീ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ മോതിരം